ലേറ്റ് ആയതിന് വെരി സോറി. എന്റെ പൊന്നളി ഒരു പടം കണ്ടു കഴിഞ്ഞിട്ട് അതിന്റെ ട്രെയിലർ കണ്ടു കഴിഞ്ഞിട്ട് ഈ പടം ഫസ്റ്റ് ഡേ തന്നെ പോയി കാണണമെന്ന് തോന്നിപ്പിക്കണമെന്നുണ്ടെങ്കിൽ ചില ട്രെയിലറിനെ കൊണ്ട് മാത്രമേ സാധിക്കുള്ളൂ അല്ലേ. ഞാൻ എക്സാജറേറ്റ് ഇത് പറയുന്നല്ല കേട്ടോ. റെട്രോ കാർത്തിക് സുബ്രാജ് പടം. ഈ പടം കാണാനായിട്ട് ഒരുപാട് കാരണങ്ങളുണ്ട്. കാർത്തിക് സുബ്രാജിന്റെ പടമാണ്, സൂര്യയുടെ പടമാണ്, ഒരു കംബാക്ക് നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു പടമാണ്, സനയുടെ മ്യൂസിക്കിലുള്ള ഒരു പടമാണ്. കണ്ണീമ എന്ന് പറയുന്ന പാട്ടൊക്കെ കിടില പാട്ടാട്ടോ. അത് ഇങ്ങനെ കേട്ടുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ലൂപ്പിൽ കേട്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അതിന്റെ ഫാനായിട്ട് മാറും. ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് ഒരു പാട്ട് കൂടി ഇറങ്ങിയിട്ടുണ്ട്, ദ വൺ എന്ന് പറയുന്ന ഒരു പാട്ട് ഇറങ്ങിയിട്ടുണ്ട്. അതൊക്കെ കിടിലം തന്നെയായിരുന്നു. എനിവേസ് ട്രെയിലറിലോട്ട് വരാണെന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് ആദ്യത്തെ സീനകത്ത് തന്നെ കാണാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് മാൻ ബിരിയാണി ഉണ്ടെന്നുള്ളൊരു കാര്യമാണ് പറയുന്നത്. നമുക്കറിയാം ഇന്ത്യയിൽ മാൻ എന്ന് പറയുന്ന സാധനം നിരോധിക്കപ്പെട്ടേക്കുന്ന ഒരു സാധനമാണ്. പിടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അകത്ത് പോകേണ്ട വരുമെന്നുള്ളൊരു കാര്യം എല്ലാവർക്കും അറിയാം. ഇവിടെ മാൻ ബിരിയാണി വെക്കണമെന്നുണ്ടെങ്കിൽ ഈ വെക്കുന്ന ടീം ഏത് റേഞ്ച് ആയിരിക്കും എന്നുള്ളൊരു കാര്യം എന്ന് വെറുതെ ചിന്തിച്ച് നോക്കിയാൽ മതി. ഇവിടേക്കാണ് നമ്മുടെ സൂര്യയാണെന്റെ എൻട്രി. സൂര്യയുടെ കൂടെ നമ്മുടെ ജയറാമുണ്ട്. അങ്ങനെ അദ്ദേഹത്തിന്റെ ഒരു ടീമായിട്ടാണ് ഈ ഒരു സ്ഥലത്തേക്ക് എൻട്രി ചെയ്യുന്നത്. ഇവിടെ സൂര്യയുടെ ക്യാരക്ടറിന്റെ പ്രത്യേകത ഞാൻ തുടക്കത്തിൽ തന്നെ പറയാം. സൂര്യയുടെ ക്യാരക്ടറിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് അയാൾ വെൽ ട്രെയിൻഡ് ആയിട്ടുള്ള ഒരു ഫൈറ്ററാണ്. ഫൈറ്റർ എന്ന് പറയുന്ന സമയത്ത് അയാളുടെ ഏറ്റവും സ്ട്രോങ് പോയിന്റ് എന്ന് പറയുന്നത് അയാളുടെ കൈകളാണ്. ആ കൈ വെച്ച് കിട്ടിക്കഴിഞ്ഞാൽ കിട്ടിയോണം ഇരിക്കും എന്നുള്ളൊരു കാര്യം ഈ സിനിമയിൽ പറയാതെ പറയുന്നുണ്ട്. നിങ്ങൾ നോക്കിക്കോ, ഈ സിനിമയിൽ നിങ്ങൾ കാണാൻ പോകുന്ന സൂര്യ എന്ന് പറയുന്നത് വെൽ ട്രെയിൻഡ് ഫൈറ്റ് ചെയ്യുന്ന ഒരാളായിരിക്കും. അയാൾ ഇടയ്ക്കിടയ്ക്ക് ഒരു ഫെസ്റ്റീവ് പോലെ ഇവിടെ ഈ പല ഷോട്ടുകൾ നമ്മളോട് നോക്കി കഴിഞ്ഞാൽ ഒരു റിംഗ് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഇവിടെ രണ്ട് ടീമുകൾ തമ്മിൽ, റെഡ് ആൻഡ് ബ്ലാക്ക് എന്ന് പറയുന്ന രണ്ട് ടീമുകൾ തമ്മിൽ ഫൈറ്റ് ചെയ്യുന്നുണ്ട്. സോ ഇതവിടെ യൂഷ്വൽ ആണ്. ഇവരുടെ ലൈഫിൽ യുദ്ധം ചെയ്യുക എന്ന് പറയുന്നതും അടി കൂടുക എന്ന് പറയുന്നതും വളരെ ഈസി ആയിട്ടുള്ള കാര്യമാണ്. അതിനകത്തും ഈ റെഡിനകത്ത് തന്നെ ഏറ്റവും ഡോമിനേറ്റ് ചെയ്തിരിക്കുന്ന ഏറ്റവും ബെസ്റ്റ് ഫൈറ്റർ ആയിട്ട് നിൽക്കുന്ന ഒരാളാണ് സൂര്യയുടെ കഥാപാത്രം എന്ന് പറയുന്നത്. അയാളുടെ ഏറ്റവും വലിയ സ്ട്രോങ് പോയിന്റ് എന്ന് പറയുന്നത് അയാളുടെ കൈകൾ തന്നെയാണ്. സോ ഈ സിനിമയുടെ എല്ലാ പാട്ടുകളും വന്നേക്കുന്ന സമയത്ത് ദ വൺ എന്ന് പറയുന്ന ഒരു കാര്യം കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഇപ്പോഴാണ് അതിന്റെ ഒരു കാര്യം കൃത്യമായിട്ട് പിടികിട്ടിയത്. ഈ പറയുന്ന ഗ്രൂപ്പിൽ, ഈ റെഡ് എന്ന് പറയുന്ന ഗ്രൂപ്പിനകത്ത് നിൽക്കുന്ന ഒന്നാമത് നിൽക്കുന്ന അത് എല്ലാ തരം കൊണ്ട്, ഫൈറ്റിന്റെ ടെക്നിക്സ് കൊണ്ടായിക്കോട്ടെ, അയാളുടെ കഴിവ് കൊണ്ടായിക്കോട്ടെ, എല്ലാ തരത്തിലും ദി വൺ എന്ന് പറയുന്ന ഒരു ക്യാരക്ടറാണ് ഇയാൾ എന്ന് പറയുന്നത്. ഇയാളാണ് ആ ടീമിനെ ലീഡ് ചെയ്യുന്ന ആളെന്ന് പറയുന്നത്. സോ ഇയാളോടാണ് ഈ ഒരു യുദ്ധത്തിലോട്ട് തിരിച്ചു വരാനായിട്ട് ആവശ്യപ്പെടുന്നത്. കാരണം മുൻപ് പല യുദ്ധങ്ങൾ നടത്തുന്ന സമയത്ത് രണ്ട് ഗ്രൂപ്പുകൾ തമ്മിൽ യുദ്ധങ്ങൾ ഉണ്ടാകുന്ന സമയത്തും അവിടെ എല്ലാം ആ ഗ്രൂപ്പിനെ ഡോമിനേറ്റ് ചെയ്ത് വിജയിച്ചുകൊണ്ടിരുന്നത് സൂര്യയുടെ ഒരു കഥാപാത്രമാണ്. അതുകൊണ്ടാണ് അയാളെ ദി വൺ എന്നുള്ളൊരു കാര്യം വെച്ചുകൊണ്ട് വിശേഷിപ്പിക്കുന്നതും. ഈ സിനിമയുടെ പല സീക്വൻസുകളും ടാഗ് ലൈനിലൊക്കെ കാണാൻ പറ്റുന്ന പോലെ തന്നെ ദി വൺ എന്ന് പറയുന്ന ഒരു സംഭവം എഴുതി കാണിച്ചേക്കുന്നത്. ഇവിടുന്ന് മുന്നോട്ടേക്ക് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് പോയിക്കുന്ന കുറെ കട്ടുകൾ ഇവിടെ കാണാൻ സാധിക്കും. അതിനകത്തുള്ള ആദ്യത്തെ കട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഒരു ഗോഡൌൺ എന്നൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട്. രണ്ടാമത്തെ കട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ കുറെ ചരക്കുകളുമായിട്ട് ചെറിയ ചെറിയ ബോട്ടുകൾ പോകുന്നതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. മൂന്നാമത്തെ സീനിനകത്ത് നമ്മളിവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ എല്ലാം ഒരുപാട് ചരക്കുകളുടെ ഒരു റേഞ്ച് ആണെന്നൊക്കെ കാണാൻ സാധിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. സത്യത്തിൽ ഈ സിനിമയ്ക്കകത്തുള്ള ഒരു പ്ലോട്ടിന്റെ ഒരു മെയിൻ തീം എന്ന് പറയുന്നത് ചരക്ക് എന്ന് പറയുന്ന സംഭവം. അതായത് പലതരത്തിലുള്ള സാധനങ്ങൾ ഉണ്ടാവും. ഡ്രഗ്സ് ആയിരിക്കാം, അല്ലെങ്കിൽ വെപ്പൺസ് ആയിരിക്കാം, എന്ത് വേണമെങ്കിലും ആവാം. ഇങ്ങനെയുള്ള സാധനങ്ങൾ കൊണ്ടുപോകുന്ന ഒരു ടീം, ഒരു വലിയൊരാളുടെ കീഴിൽ വരുന്ന ഒരു കൂട്ടം ആൾക്കാരായിരിക്കാം സൂര്യയുടെ ഗ്യാങ് എന്ന് പറയുന്നത്. അത് ഒരുപക്ഷെ പ്രകാശ് രാജ് ആയിരിക്കും അതിന്റെ ഏറ്റവും മുകളിൽ നിൽക്കുന്ന ആള്. അയാൾ ഒരു പൊളിറ്റീഷ്യൻ ആവാനായിട്ടുള്ള സാധ്യത വളരെ കൂടുതലാണ്. കാരണം ഈ ഒരു സീനകത്ത് നിന്നൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഇയാൾ ഒരു പൊളിറ്റീഷ്യനാണ്. സോ പൊളിറ്റീഷ്യൻ അയാളുടെ സാധനങ്ങൾ കടത്തുന്ന സമയത്ത് അത് കടത്താനായിട്ട് അയാൾ ഏറ്റവും കൂടുതൽ സഹായം നേടുന്ന, അല്ലെങ്കിൽ അവരുടെ കീഴാളികളായിട്ട് വരുന്ന ആൾക്കാരാണ് ഈ പറയുന്ന സൂര്യയുടെ അച്ഛനായിട്ട് വരുന്ന കഥാപാത്രമായിട്ടുള്ള നമ്മുടെ ജോജുവിന്റെ കഥാപാത്രം. ഞാൻ പറയുന്നു, നിങ്ങൾ എഴുതി വെച്ചോ, ജോജു ഈ സിനിമയിൽ പൊളിക്കും. ജോജുവേട്ടൻ ഈ സിനിമയിൽ പൊളിക്കും. ഞാൻ വെറുതെ പറയുന്നതല്ല. എനിക്ക് ആ സൂര്യനേക്കാളും എനിക്ക് കാണാനായിട്ട് പേര് എക്സൈറ്റ്മെന്റ് ഫീൽ ചെയ്യുന്നത് ബേസിക്കലി ജോജുവേട്ടന്റെ പെർഫോമൻസ് എങ്ങനെയായിരിക്കും ഒരു കാര്യം കാണാൻ വേണ്ടിയിട്ടാണ്. കാരണം പുള്ളിയുടെ ചിരിക്കാത്ത തന്നെ ഉണ്ട്. ഡാഡ് ഈസ് കമ്മിങ് മോനെ എന്ന് പറയുന്ന ഒരു സീനിനകത്ത് തന്നെ എന്റെ പൊന്നളിയ, അത് വേറൊരു വൈബാണ്. സോ ഇവിടെ അപ്പനെ മോനായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു വലിയ സിൻഡിക്കേറ്റ്. ഈ സിൻഡിക്കേറ്റ് ഒരു ടൈമിലെത്തുന്ന സമയത്ത് സൂര്യയുടെ കഥാപാത്രം അയാളൊരു പെണ്ണിനെ കണ്ടെത്തുന്നു. പിന്നീട് ഗാങ്സ്റ്റർ ആയിട്ട് നിന്നിരുന്ന അയാള് അവർക്കൊരു പ്രോമിസ് കൊടുക്കുകയാണ്, ഞാൻ എല്ലാം നിർത്തിക്കോളാം എന്നുള്ളൊരു കാര്യം പറഞ്ഞുകൊണ്ട് ഒരു പ്രോമിസ് കൊടുത്തുകൊണ്ട് പിന്നീട് അവരായിട്ട് സമാധാനപരമായിട്ടുള്ള ഒരു ജീവിതം നയിക്കാനായിട്ട് അവർ ശ്രമിക്കുന്നു. പൂജ ഹെഡ്സിന്റെ കഥാപാത്രം എന്ന് പറയുന്നത് ഒരു ഡോക്ടർ ആവാനായിട്ടുള്ള ചാൻസ് എന്നുള്ളൊരു കാര്യം എനിക്ക് തോന്നുന്നത്. ഡോക്ടറോ അതല്ലെങ്കിൽ ബേസിക്കലി മൃഗങ്ങളുടെ ഹോസ്പിറ്റലിൽ, മൃഗങ്ങളെയൊക്കെ ചികിത്സിക്കുന്ന ഒരു ഹോസ്പിറ്റലിൽ നിൽക്കുന്ന ഒരാളാണെന്നുള്ളൊരു കാര്യം എനിക്ക് തോന്നുന്നു. കാരണം ഈ ഒരു പൊസിഷനിലുള്ള ഈ ഒരു ആംഗിളിൽ നിന്നുള്ളൊരു ഷോട്ട് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരുപാട് ഡിയർ മാൻ്റെ ഒക്കെ ഫോട്ടോകളും അതിൻ്റെ ഒരു അനാറ്റമിക് വെച്ചേക്കുന്ന ഒരു സംഭവം നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. കുറേ അധികം മരുന്നുകൾ ഇവിടെ ഇരിക്കുന്നുണ്ട്, പേന സെറ്റപ്പ് ഒക്കെ ഇരിക്കുന്നുണ്ട്. സോ ഐ തിങ്ക് ഷീസ് എ ഡോക്ടർ ഒരു കൈൻഡ് ഓഫ് അവർക്ക് ഒരു ക്ലിനിക് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു കണ്ടിട്ട്. സോ അവരായിട്ടാണ് ഈ ഗാങ്സ്റ്റർ ആയിട്ട് നിൽക്കുന്ന നമ്മളുടെ സൂര്യ കഥാപാത്രം കണ്ടുമുട്ടുന്നതും അവർ പ്രേമിക്കുന്നതും. ഇതിന്റെ ഒരു സ്റ്റേജിൽ വെച്ച് ഇവര്
വേർപിരിയുന്നുണ്ടെന്നുള്ളൊരു കാര്യം പറയുന്നുണ്ട്. അത് മരണമാണോ അതോ ഇവര് വേറൊരു വഴിക്ക് പോകുന്നു, അതായത് സൂര്യയുടെ ഒരു ക്യാരക്ടറിന്റെ ഉള്ളിലുള്ള വയലൻസ് ഇടയ്ക്കിടയ്ക്ക് പുറത്തേക്ക് വരുന്ന സമയത്ത് അത് വെച്ചുകൊണ്ട് ഇവര് സെപ്പറേറ്റഡ് ആയിട്ട് പോകുന്ന ഒരു രീതിയാണെന്നുള്ളത് നമുക്ക് അറിയില്ല. ഇപ്പൊ മഹാൻ സിനിമയിലൊക്കെ നമുക്കറിയാം, ഈ സർക്കടിക്കുന്നതിന്റെ പേരിൽ മഹാൻ എന്ന് പറയുന്ന ക്യാരക്ടറിനെ വിട്ട് ഡിവോഴ്സ് ആയി പോകുന്ന അല്ലെങ്കിൽ സെപ്പറേറ്റഡ് ആയിട്ട് നിൽക്കുന്ന ഒരു കഥാപാത്രത്തിനെയാണ് ആ സിനിമയിൽ കാണിക്കുന്നത്. സിമിലർലി ഇയാളുടെ ഈ വയലൻസ് പുറത്തേക്ക് വരുന്ന സമയത്ത് അതൊന്നും സഹിക്കാൻ പറ്റാത്തതുകൊണ്ട് വേർപിരിഞ്ഞ് പോയതാണെന്ന് അറിയില്ല. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, ഭാര്യ ബുദ്ധനെ പോലെ വളരെ സമാധാനപരമായിട്ടുള്ള ഒരു ജീവിതം നയിക്കുന്ന സമയത്ത് ഇയാളൊരു ഡെമണ എന്നുള്ളൊരു കാര്യം കൃത്യമായിട്ട് പറയുന്നുണ്ട്. സോ ഹീസ് ആക്ച്വലി എ വെരി വയലന്റ് പേഴ്സൺ. അത് കൃത്യമായിട്ട് ഓരോ ഷോട്ടിനകത്ത് ഓരോ ഡയലോഗിനകത്ത് കൃത്യമായിട്ട് എടുത്ത് കാണിക്കുന്നുണ്ട്. ഐ തിങ്ക് ഈ സിനിമയ്ക്കകത്ത് നമ്മൾ കാണാൻ പോകുന്നത് സൂര്യയുടെ ഒരു കംബാക്ക് ആയിരിക്കും. കാരണം ഈ സിനിമയിൽ തന്നെ അയാള് കുറെ നാളുകൾക്ക് ശേഷം ഗാങ്സ്റ്റർ ആയിട്ട് നിന്നിരുന്ന ഒരാള് പിന്നീട് ലവിന്റെ പേര് പറഞ്ഞുകൊണ്ട്, പ്രേമത്തിന്റെ പേര് പറഞ്ഞുകൊണ്ട് അയാള് നല്ലവനായിട്ട് ജീവിക്കാനായിട്ട് തയ്യാറെടുക്കുന്നു. കുറെ നാളുകൾക്ക് ശേഷം പലതരത്തിലുള്ള അറ്റംപ്റ്റുകൾ അയാൾക്കെതിരെ ഉണ്ടാകുന്ന സമയത്ത്, അതായത് ഇയാളുടെ അച്ഛന്റെ ഭാഗത്തുനിന്ന്, ഈ പറയുന്ന ജോജുവിന്റെ കഥാപാത്രം അയാളുടെ ഒരു കഥാപാത്രത്തിന്റെ ഭാഗത്തുനിന്ന് അറ്റംപ്റ്റുകൾ വരുന്ന സമയത്ത് ഇയാൾ വീണ്ടും തിരിച്ച് ആ ഒരു പഴയ ഫോമിലോട്ട് എത്തുന്ന ഒരു സീനാണ് ഈ സിനിമയിൽ പറഞ്ഞു പോകാൻ പോകുന്ന ഒരു കാര്യം എന്നാണ് എനിക്ക് തോന്നുന്നത്. സൂര്യയുടെ കഥാപാത്രത്തിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഇയാളുടെ കൈകളായിരിക്കും എന്നുള്ളൊരു കാര്യം എനിക്ക് തോന്നുന്നു. കാരണം ഇയാൾ ഇതിനകത്ത് പറയുന്ന ഒരു ഡയലോഗ് കേട്ട് കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഒരു കാര്യം മനസ്സിലാക്കാനായിട്ട് പറ്റും. ഇയാളുടെ കൈ വളരെയധികം സ്ട്രോങ് ആണ്, കിട്ടിക്കഴിഞ്ഞാൽ കിട്ടിയോണേ ഇരിക്കും, അതായത് ചത്തുപോകും. ആ രീതിക്കുള്ള ഒരു പവറാണ് നമ്മുടെ ഭവാനിയുടെ ക്യാരക്ടറിനെ കാണിക്കുന്ന പോലെ. നമ്മുടെ മാസ്റ്റർ സിനിമയിൽ ഭവാനിയുടെ ക്യാരക്ടറിനെ കാണിക്കുന്നില്ല, ഇങ്ങനെ കൈ വെച്ചിട്ട് ഇടിക്കുന്ന സമയത്ത് ആ ഓരോ ഇടിയിലും ആ പഞ്ചിലൊക്കെ ഫീൽ ചെയ്യാൻ പറ്റും. അതുപോലത്തെ ഒരു ഹൈ സ്ട്രോക്കിൽ ഇടിക്കാൻ പറ്റുന്ന ഒരു പവർഫുൾ ആയിട്ടുള്ള കൈകളുള്ള ഒരാളാണ് സൂര്യ എന്നുള്ളൊരു കാര്യം തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ആയ കാലത്ത് ഗാങ്സ്റ്റർ ആയിരുന്ന കാലത്തിൽ അയാൾ ഒരുപാട് പേരെ തല്ലി കൊന്നൊടുക്കിയേക്കുന്ന ഒരാളാണ്. പിന്നീട് അച്ഛൻ്റെ ആ ഒരു വഴിയിൽ നിന്ന് പിന്മാറിക്കൊണ്ട് ആ ഒരു പൊളിറ്റിക്സും അല്ലെങ്കിൽ ആ തരത്തിലുള്ള കള്ളക്കടത്തും കാര്യങ്ങളൊക്കെ മാറ്റി വെച്ചതിന് ശേഷം ഇയാൾ സമാധാനപരമായിട്ട് ജീവിക്കാനായിട്ട് നോക്കുന്നു. ആ സമയത്ത് നമ്മുടെ ലിയോ സിനിമയിലൊക്കെ കാണിച്ചിരിക്കുന്ന പോലെ തന്നെ കുടുംബം തന്നെ, ഇയാളുടെ ഫാമിലി തന്നെ ഇയാളെ തേടിയെത്തുന്നു. കാരണം അങ്ങനെയൊന്നും പോയാൽ പറ്റില്ല, അങ്ങനെയൊന്നും സമാധാനപരമായിട്ട് ജീവിച്ചു കഴിഞ്ഞാൽ പറ്റില്ല, യുദ്ധം ചെയ്യണം. ലവ് ലാഫ്റ്റർ വാർ എന്ന് പറയുന്ന 3 ടാഗ് ലൈനാണ് ഈ സിനിമയുടെ ഒരു പ്രധാനപ്പെട്ട സംഭവം എന്ന് പറയുന്നത്. സോ ലവ് വേണ്ട, വാർ മതി എന്നുള്ളൊരു കാര്യമുള്ളൊരു തീരുമാനം എടുത്തുകൊണ്ട് ഇയാളുടെ ഫാമിലിക്ക് നേരെ ഇയാളുടെ ഫാദർ ആൻഡ് ടീം, ആ ഗ്യാങ് ടീം മുന്നോട്ടേക്ക് വരുന്നു. ആ സമയത്ത് കുറെ നാളുകൾ ഇയാളുടെ ഉള്ളിൽ അടക്കി വെച്ചേക്കുന്ന ആ ഒരു സ്വഭാവം, കുറെ നാളുകളായിട്ട് അയാൾ പീസ്ഫുൾ ആയിട്ട് ജീവിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. പക്ഷെ അയാളുടെ ഉള്ളിലുള്ള ആ ഒരു വയലൻസ്, ആ ഒരു ബ്ലഡ് ഷെഡൊക്കെ വീണ്ടും പുറത്തേക്ക് വരുന്ന ആ ഒരു അഗ്രസീവ്നെസ് കാണിക്കുന്ന ഒരു ക്യാരക്ടർ ആയിരിക്കും ഈ സിനിമയുടെ ഏറ്റവും പീക്ക് പോയിന്റിലോട്ട് എത്തിക്കാനായിട്ട് പോകുന്ന ഒരു സംഭവം എന്നുള്ള കാര്യം തന്നെ എനിക്ക് തോന്നുന്നത്. കാരണം ഇവിടെ ഇയാൾ കൃത്യമായിട്ട് പറയുന്നുണ്ട്, ഞാൻ ഇങ്ങനെയാണ്, അതാണ് സത്യം, ഞാൻ എന്നെ കൊണ്ട് നന്നാവാനായിട്ട് പറ്റില്ല, എൻ്റെ രീതി എന്ന് പറയുന്നത് വയലൻസ് ആണ്, അത് അയാളുടെ ഉള്ളിലുള്ള ഒരു കാര്യം എന്നുള്ളൊരു കാര്യം ഇവിടെ കൃത്യമായിട്ട് കാണിക്കുന്നുണ്ട്. സോ അയാളുടെ അടുത്താണ് ഈ മച്ചാൻ മാൻ ബിരിയാണി കൊടുത്ത് ട്രീറ്റ് ചെയ്യാനായിട്ട് പോകുന്നത്, ഷോ കാണിക്കാനായിട്ട് പോകുന്നത്. അപ്പൊ ഇയാളിവിടെ പറയുന്നുണ്ടാകുന്ന നമുക്ക് ഷോ കാണിച്ചേക്കാം എന്നുള്ളൊരു കാര്യം പറഞ്ഞതിന് ശേഷമാണ് പിന്നീടാണ് ഈ തിരിച്ചടിയും കാര്യങ്ങളൊക്കെ ഈ സിനിമയിൽ കാണാനായിട്ട് പോകുന്നത് എന്നുള്ളൊരു കാര്യം എനിക്ക് തോന്നുന്നത്. ഇവിടെ നമ്മൾ ഈ ഒരു ഷോട്ടിനകത്ത് നോക്കി കഴിഞ്ഞാൽ ഇയാൾക്ക് ഇവിടെ നല്ല ഇടി കിട്ടിയേക്കുന്ന എൻ്റെ ഒരു വൈബ് നമുക്കിവിടെ കാണാൻ പറ്റും. ഇയാളുടെ ഓരോ എല്ലുകൾ ഇടിച്ച് പൊളിച്ചേക്കുന്ന അവസ്ഥയിലാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. സോ ഈ വരവ് വെറുതെ ഉള്ളൊരു വരവല്ല, നല്ലൊരു ഇടി ഇടിക്കാനുള്ള വരവ് തന്നെയാണ്. സോ അച്ഛനും മകനുമായിട്ട് നിൽക്കുന്ന ജോജു ആൻഡ് അദ്ദേഹത്തിന്റെ മകനായിട്ട് നിൽക്കുന്ന സൂര്യയുടെ ഒരു കഥാപാത്രം, സോ അവർ തമ്മിലുണ്ടാകുന്ന ഒരു കോൺഫ്ലിക്റ്റ്, അതാണ് ഈ സിനിമയിൽ പറഞ്ഞു പോകാൻ പോകുന്നത് എന്നുള്ളൊരു കാര്യം എനിക്ക് തോന്നുന്നത്. മാത്രമല്ല സൂര്യയുടെ ക്യാരക്ടറിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇയാള് ഈ ഒരു സീക്വൻസിനെ നമുക്ക് ഒരു കാര്യം മനസ്സിലാക്കാനായിട്ട് പറ്റും. ഇയാൾ വെൽ ട്രെയിൻഡ് ആയിട്ടുള്ള ഒരു മാർഷൽ ആർട്ട് പോലുള്ള ഒരു സംഭവം പഠിച്ചേക്കുന്ന ഒരാളാണ്. അതായത് വെറുതെ ഇടിക്കുന്ന ഒരാളല്ല. ഇയാളുടെ കൈ സ്ട്രോങ് ആയതിന്റെ പിന്നിലും ഇയാളുടെ ഓരോ പഞ്ചിനും ഓരോ അറ്റാക്കിനും അത്രയും സ്ട്രെങ്ത് ഉണ്ടെന്ന് പറയാൻ കാരണം ഇയാൾ ഇതെല്ലാം പഠിച്ചെടുത്തേക്കുന്ന, പ്രൊഫഷണലി പഠിച്ചേക്കുന്ന ഒരാളാണ്. അയാളുടെ അടുത്താണ് ശരിക്കും ഈ ഗാങ്സ്റ്റേഴ്സ് ഒക്കെ കൂടി ചെന്നുകൊണ്ട് ഒരു ഒരു യുദ്ധം പ്രഖ്യാപിക്കാനായിട്ട് പോയിരിക്കുന്നത്. സോ ആ സമയത്തുള്ള സൂര്യയുടെ ഒരു തിരിച്ചുവരവാണ് മക്കളെ ഈ സിനിമയുടെ ഏറ്റവും പീക്ക് മൊമെന്റ് ആയിട്ട് വരാനായിട്ട് പോകുന്നത്. ഒരു കാര്യം ഞാൻ പറയാം, എല്ലാ സൂര്യ ഫാൻസിനും നിങ്ങൾക്ക് ധൈര്യമായിട്ട് വിശ്വസിക്കാൻ പറ്റുന്ന ഒരു സിനിമ എന്നുള്ളൊരു കാര്യം പറയാൻ പറ്റും. കാരണം എനിക്ക് തോന്നുന്നു ഇതൊരു കാർത്തിക് സുബ്രാജ് പടമാണ്. കാർത്തിക് സുബ്രാജിനെ പറഞ്ഞിരിക്കുന്ന പോലെ ആഫ്റ്റർ പേട്ടയ്ക്ക് ശേഷം വേറൊരു തിയേറ്റർ സംഭവം, ഒരു കൊമേഴ്ഷ്യൽ സംഭവം എന്നുള്ളൊരു കാര്യം പറയുന്ന സമയത്ത് വെറുതെ അങ്ങനെ ഒന്നും പറയാറില്ല. അയാളുടെ ഓരോ പടങ്ങളുടെ ഇൻട്രോ ഷോട്ട് തന്നെ കണ്ടാൽ തന്നെ നമ്മൾ അവിടെ വീണുപോകും. കാരണം ഈ ജിഗർ തണ്ട ഡബിൾ എക്സ് എന്ന് പറയുന്ന പടത്തിനകത്തൊക്കെ നമ്മൾ ആ ഒരു ക്യാരക്ടർ ഇങ്ങനെ വരുന്ന സമയത്ത് അത് എന്ത് കിട്ടില്ല സീക്വൻസ് ആണെന്നൊക്കെ ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. ആ ബീജം ഇത് അയാൾ ഇങ്ങനെ വരുന്ന സമയത്ത് ആനക്കൊമ്പിന്റെ ഒരു ചെയർമേക്ക് ഇങ്ങനെ വന്ന് ഇരിക്കുന്ന ഒരു ഷോട്ട് തന്നെ ഭയങ്കര രസമാണ്. സോ അയാൾക്ക് പണി അറിയാം. സോ അയാളുടെ കയ്യിലേക്ക് സൂര്യനെ കിട്ടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ സൂര്യ ഒരിക്കലും കഴിവില്ലാത്തൊരു നടനല്ല. സൂര്യക്ക് കിടിലം കഴിവാണ്. അതായത് നമ്മൾ ചിന്തിക്കുന്നതിന്റെ അപ്പുറം അയാൾക്ക് ചെയ്യാനായിട്ടുള്ള കഴിവുണ്ട്. അയാൾ തെളിയിച്ചേക്കുന്ന ഒരാളാണ്. പക്ഷെ കിട്ടുന്ന ഡയറക്ടേഴ്സും സ്റ്റോറിയും അങ്ങോട്ട് സെറ്റ് ആവാത്തോണ്ടുള്ള ഒരു സംഭവമാണ്. ആ ഒരു ഷെയ്ഡ് സിനിമയോട് കൂടി മാറുന്നുള്ളൊരു കാര്യം തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. കാരണം ഇത് അതിനുള്ളൊരു സംഭവമുണ്ട്. അയാളുടെ ഒരു വലിയ കമ്പാക്ക് ഈ സിനിമയിൽ അയാളുടെ ഗാങ്സ്റ്റർ എന്നുള്ള രീതിക്കുള്ള കമ്പാക്ക് ആണെന്നുണ്ടെങ്കിൽ റിയൽ ലൈഫിൽ സൂര്യ എന്ന് പറയുന്ന ഒരു സ്റ്റാറിന്റെ കമ്പാക്ക് ആയിരിക്കും ഈ ഒരു സിനിമ എന്നുള്ളൊരു കാര്യം തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. നല്ലൊരു സംഭവമായിട്ട് മാറട്ടെ. മെയ് 1-ാം തീയതി റെട്രോ എന്ന് പറയുന്നത് കണ്ടേ പറ്റൂ എന്നുള്ളൊരു കാര്യം ഈ ട്രെയിലർ കണ്ടപ്പോൾ തന്നെ ഞാൻ തീരുമാനിച്ചിട്ടുണ്ട്. കാരണം
അതിനുള്ള സാധനമുണ്ട്. എനിക്ക് ഇഷ്ടപ്പെട്ടു, ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നല്ലൊരു സിനിമയായിട്ട് മാറട്ടെ എന്നുള്ളൊരു കാര്യം ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുകയാണ്. കാരണം നല്ല സിനിമകളാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെട്ട ചില ജോണർ സിനിമകൾ വരുന്ന സമയത്ത് അത് കാണാൻ തന്നെ നമുക്ക് ഭയങ്കര എക്സൈറ്റ്മെന്റ് ആണ്. സോ ഞാൻ ഭയങ്കരമായിട്ട് എക്സൈറ്റഡ് ആണ്. എന്താണ് നിങ്ങളുടെ എക്സൈറ്റ് വരുന്നുള്ള ഒരു കാര്യം നിങ്ങൾ താഴെ ഒന്ന് കമന്റ് ചെയ്യുക. സൂര്യയുടെ കംബാക്ക് ആയിരിക്കും ഒരു സിനിമ എന്നുള്ളൊരു കാര്യം കൂടി നിങ്ങൾ താഴെ ഒന്ന് കമന്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോയിലേക്ക് ചെയ്യുക, വീഡിയോ മാക്സിമം പേരോട് ഷെയർ ചെയ്യുക. ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിച്ചേക്കുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി അമർത്തിക്കുകയാണെന്നുണ്ടെങ്കിൽ ലേറ്റസ്റ്റ് ആയിട്ട് വരുന്ന വീഡിയോയുടെ അപ്ഡേറ്റുകളെല്ലാം നമുക്ക് ഉടനടി ലഭിക്കുന്നതായിരിക്കും. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവരെ ഇറ്റ്സ് ബീറ്റ് നാൾ സൈനിങ് ഔട്ട്. ബൈ.